സംഭവം. മാധ്യമങ്ങളിൽ കൂടെയാണ് അറിഞ്ഞത്. ഇതുവരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഗവൺമെന്റ്. നോർക്കെ വിളിച്ചിട്ടും അവരാരും എടുക്കുന്നില്ല. എംബസിയെ വിളിച്ചിട്ടും അവരാരും ഫോൺ എടുക്കത്തില്ല. ഇല്ല, കുവൈറ്റ് എംബസി വിളിച്ചായിരുന്നു, അവർ ഫോൺ എടുത്തില്ല. MP ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഇന്നലെ വെളുപ്പിനെയാണ് ജോയിൻ ചെയ്തിട്ട് 1.5 മാസമേ ഉള്ളൂ ജോലി. തലേ ദിവസം വൈകിട്ട്, മിനിഞ്ഞാന്ന് വൈകിട്ട് 8:30 പേശിയായിരുന്നു. പറഞ്ഞത് പിന്നെ TV കാണിക്കുന്നുണ്ട്. ആള് ഫാദർ പണ്ട് ജീപ്പ് ടാക്സി ഓടുമായിരുന്നു. ടാക്സി ഓടി പുള്ളി ഇവിടെ അടൂര് കോളേജിൽ ജോലി കിട്ടി, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. അവിടെ ജോലി കിട്ടിയിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഗൾഫിലിട്ട് പോകാൻ ചാൻസ് വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തി പോയത്. പോയി പുള്ളി പോയിട്ടൊരു 1.5 മാസമേ ആയുള്ളൂ. 1.5 മാസം കഷ്ടിയായതേ ഉള്ളൂ. പുള്ളി കൊച്ചിലെ അറിയാം, 10-15 വർഷങ്ങൾ കൊണ്ടേ അറിയാം. പഠിക്കാനും എടുക്കാനാണ്. പിന്നെ എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്. പുള്ളിയുടെ ഫാദറും മദറും എല്ലാവരും നമുക്കറിയാവുന്നതാണ്. നമ്മളെപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും നമുക്കൊരു പെട്ടെന്നുള്ളൊരു ആഘാതം, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ഭയങ്കര ഫീലിംഗാണ്. ഈ കുഞ്ഞ് നല്ല സഹായങ്ങളും സഹകരണങ്ങളുള്ളതാണ്. ഈ തടിക്കാട്ടിൽ പോസ്റ്റ് മാസ്റ്ററായിട്ട് ഇരുന്നുണ്ട്, അടുത്ത ഒരു സ്ഥലത്ത് തന്നെ. പഠിക്കാനൊക്കെ മിടുക്കനാണ്. എല്ലാവർക്കും വലിയ വിഷമങ്ങളാണ് ഇത് വന്നതിൽ. എന്ത് ചെയ്യാൻ പറ്റും? 1.5 മാസം ആയത്. 1.5 മാസം ആയിരിച്ച്. இப்போ நேற்று 4 மணிக்கு தான் தெரியுது ஆள் போயிருச்சு. அவருக்கு ஒரு தங்கச்சி இருக்கு, அவர் ஆஸ்திரேலியாவில் இருக்கு. அவர் போயிட்டு 10 நாள் ஆகுது. இன்னைக்கு வருவான்னு சொல்லி இருக்கான். எப்போ வருவோன்னு தெரியும், ஒரு நாள் முன்ன வந்துடும். பாடி எப்போ வருவோன்னு தெரியாதில்ல. எல்லாம் நடவடிக்கை எல்லாம் போயிருக்கு. MP பேசிட்டு எல்லாம் நடத்துக்கிட்டு இருக்கு.